മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, ADGP MR അജിത് കുമാർ എന്നിവർക്കെതിരെ PV അൻവർ MLA നൽകിയ പരാതി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്തേക്കും. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കണ്ടാണ് അൻവർ പരാതി നൽകിയത്. അരമണിക്കൂറോളം നടത്തിയ കൂടിക്കാഴ്ചയിൽ പുറത്തുന്നയിച്ച ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ പാർട്ടി സെക്രട്ടറിയെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അഖിൽ ഷാൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, ഏറെ നിർണായകമായൊരു CPIM സെക്രട്ടേറിയറ്റ് യോഗമാണ്. ഒരു വശത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. അവിടെ ഒരു പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്തം കൂടി CPIM-നുണ്ട്. മറുപക്ഷത്ത് അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നാം വിക്കറ്റ് വീണു ഇന്നലെ SP-യുടെ സസ്പെൻഷനോടുകൂടി എന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് വിക്കറ്റ് വീഴുമോ എന്ന ആകാംക്ഷയുമുണ്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും അതിൽ വലിയ രാഷ്ട്രീയ കൗതുകം ഉണ്ടല്ലോ. ഗൂഗിൾ, ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരത്തിൽ വളരെ നിർണായകമാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ PV അൻവർ MLA പുറത്തു കൊണ്ടുവന്ന ഈ ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടതാണ്. അത് തുടരെ നിരവധി ആരോപണങ്ങൾ, അത് MR അജിത് കുമാറിനെതിരെ ആയാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ആയാലും കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഈ പ്രതിപക്ഷ വിമർശനങ്ങളും അടക്കം നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള പ്രതികരണമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള പ്രതികരണമോ ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം PV അൻവർ MLA CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം അരമണിക്കൂറോളമായിരുന്നു കണ്ടത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെയധികം ഊർജ്ജത്തോടു കൂടിയാണ് അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനിയും കൂടുതൽ പേർ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളും പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യം. എന്തായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. MV ഗോവിന്ദൻ ഈ PV അൻവർ ഉന്നയിച്ച പരാതി ഇന്ന് CPIM സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കും. തുടർന്നാകും ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ സുജിത് ദാസ്, പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ സസ്പെൻഷൻ വേണ്ട എന്ന നിലപാടിലായിരുന്നു. കാരണം സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്താൽ ADGP MR അജിത് കുമാറിനെതിരെയും നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ P ശശിക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അത്തരത്തിലൊരു വിലയിരുത്തലാണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ആരോപണം ശക്തമായതോടെ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ അടക്കം പ്രതിഷേധം കടുത്തതോടെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരെയും അല്ലെങ്കിൽ അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും ഇന്ന് അതിലൊരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ.